വൈകിട്ട് രാജേഷേട്ടൻ വന്നപ്പോൾ ആമിക്കുഞ്ഞ് കുറച്ച് അലമ്പായിരുന്നേ. അപ്പോഴത്തേക്കിനുമാണ് സ്റ്റാർ ഇടാൻ തീരുമാനിച്ചത്. അങ്ങനെ സ്റ്റാർ ഇടലും ലൈറ്റ് ഇടലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനുമാണ് തുണി മടക്കാനുള്ള കാര്യം ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ സന്ധ്യാസമയത്തിലാണ് എനിക്ക് ഈ പരിപാടി കേട്ടോ. പക്ഷേ ആ സമയത്തേക്കും ആമിക്കുഞ്ഞ് കുറച്ച് അലമ്പാക്കി കളഞ്ഞ് പിന്നെ ഞാനങ്ങ് വിട്ടുപോവുകയും ചെയ്തേ. ഒരു കൂന തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൂട്ടത്തിൽ എൻ്റെതും പിള്ളേരുടെ എല്ലാം അകത്ത് വെച്ചിട്ടുള്ള ബാക്കി തുണികളാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് മടക്കി വെച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അടുത്ത ഒരു മുട്ടം പണി ഞാൻ ഓർക്കുന്നത്. അമ്മ പോയപ്പോഴത്തേക്കിനും പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് പോയത്. വൈകിട്ടത്തേക്ക് കറിയൊന്നുമില്ല, എന്തേലും എടുത്തൊന്ന് മെഴുക്ക് പുരട്ടണേന്നേ. ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പം കുറച്ച് വെണ്ടയ്ക്കായും കുറച്ച് പയറും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ബീട്രൂട്ട് ആയിരുന്നു. ബീട്രൂട്ട് പിന്നെ പപ്പായ്ക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. വെണ്ടയ്ക്കായും പയറും നമ്മുടെ വീട്ടിലുണ്ടായതാണേ. അത് പിന്നെ വെണ്ടയ്ക്ക പിന്നെ ഓരോന്നോരോന്നാവുമ്പോഴത്തേക്കിനും അമ്മ അത് പിച്ചി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരു നേരത്തേക്കുള്ള മെഴുക്കുവരട്ടിക്കുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനതങ്ങ് എടുത്തത്. പിന്നെ പെട്ടെന്ന് തന്നെ മെഴുക്കുവരട്ടി ഞാൻ സെറ്റാക്കി എടുത്തേ. സവാളയും വെണ്ടയ്ക്കായും പയറും പകുതി വെന്ത് കഴിയുമ്പോഴേ ഞാൻ ഉപ്പിടാറുള്ളൂ കേട്ടോ. ചെറുതീയിൽ ഒരു തുള്ളി വെള്ളം വെക്കാതെ ആക്കിയെടുത്തതാ കേട്ടോ ഈ മെഴുക്കുവരട്ടി. അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. അന്നേരം തന്നെ രാജേഷേട്ടന് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫ്രഷ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കഴിച്ചത്. കൂടെ നമ്മുടെ ആമിക്കുഞ്ഞും ഉണ്ടായിരുന്നേ. ഇനി നാളെ കാണാം. ടാറ്റാ.